പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് ഇപ്പം എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവേ, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത് അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവ് നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഐസയ 53:4. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നാം അവനെ ബഹുമാനിച്ചത്. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്ത് വിഷയത്തിനാല് ഈ ക്രിസ്തുവിന്റെ മിശിഹ എന്ന രീതിയിൽ സഹനദാസൻ എന്ന ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് ഐസയ 700 കൊല്ലം മുമ്പ് നടത്തിയ ഒരു പ്രവചനമാണിത്. അവൻ വഹിച്ചത് കുരിശായി മുൾക്കിയുടെ മരത്തിലാൽ മുറിവായി അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ വേദനകളാണ്. എൻ്റെ ദൈവത്തിലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് ഇപ്പം എനിക്കാണെങ്കിൽ എൻ്റെ സമയത്ത് ഓർക്കുകയെ ആൾക്കാർ എന്നെ കുറിച്ച് എന്നാ ധരിക്കും, എന്താണ് എപ്പോഴും രോഗശാന്തി എന്നും പറഞ്ഞ ആൾക്കാരെ നിൽക്കുന്നുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കുറേ പേര് അതിൽ അവരുടെ വിശ്വാസബോധം അനുസരിച്ചും ദൈവത്തിൻ്റെ ഇടപെടലനുസരിച്ചും ഒക്കെ സൗഖ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്, അത് സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ രോഗം ഒഴുതുങ്ങിയിട്ട് നേരമില്ല, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്ത് വിഷയം എന്ന് പറയുന്നത്, അവൻ്റെ മുറിവിലാണ് നമ്മൾ സൗഖ്യപ്പെട്ടെന്ന് പറയത്തില്ലേ. അപ്പോൾ അവൻ്റെ മുറിവിൽ അതൊരു വചനമാണ്. യെശയ്യാ 53:5. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഇത് തന്നെ ഇതിൽ നമ്മുടെ 1:10-2:24 1:10-2:24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അപ്പം അവന്റെ മുറിവിലാണ് സൗഖ്യം. ഇപ്പം ഞാൻ ചില സമയത്ത് ഓർക്കും, എന്തുകൊണ്ടാണ് ഇപ്പം എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഒരു കാലിലൊരു വ്രണം ഉണ്ടായിട്ട് ഇപ്പോൾ 1.5 മാസമായി, പൊറുക്കണില്ല. രാത്രി ആകുമ്പോൾ കുളിയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന്. മരുന്ന് കഴിച്ചിട്ടും അതിൻ്റെ വലിയ ഗുണങ്ങളൊന്നുമില്ല. ആ വേദനയും രോഗവും നീർക്കട്ടലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ആൾക്കാർ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പലതരത്തിലുള്ള ശരീരവേദനയും പനിയും ഉറക്കമില്ലായ്മയൊക്കെ വരും. ഇതിൻ്റെ വിഷയം എന്ന് പറയണത് പലപ്പോഴും ഈ വൂണ്ടഡ് ഹീലർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് എടുത്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം. ക്രിസ്തുവിൻ്റെ എല്ലാ കാര്യം നമ്മളെ ആക്ച്വലായിട്ട് നമ്മൾ എന്താ സംഭവിക്കണത്, നമ്മളെ വിശ്വാസത്തിൽ മഹാരഹസ്യങ്ങൾ പ്രഖ്യാപിക്കാമെന്ന് പറയുമ്പോൾ നമ്മളെന്താ അവൻ്റെ മരണം ഞങ്ങൾ വിശ്വസിക്കും, മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലേ പറയണത്. നമ്മൾ കുർബാനയ്ക്ക് എത്രയോ പ്രാവശ്യമാണ് നമ്മൾ മരണം പ്രഖ്യാപിക്കണം, വരെ അറിഞ്ഞിട്ട് പറയണതാണ്. മരണം പ്രഖ്യാപിക്കണത് എങ്ങനെയാണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അവൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രഖ്യാപിക്കണത്.
അത് ക്രിസ്ത്യാനി കറക്റ്റായിട്ട് മനസ്സിലാക്കണം ആ വിഷയം. നമ്മൾ മുറിവ് സുഖപ്പെടുത്താനാണ് അവനെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല വിഷയം. പിന്നെ ഒരു കുറച്ചുകൂടി മച്ചുവറായി കഴിയുമ്പോൾ, വിശ്വാസം മച്ചുവറായി കഴിയുമ്പോൾ വേറെ ഒരു തിരിച്ചു വരുന്നത് എന്താണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അവൻ്റെ മരണം പ്രഖ്യാപിക്കുക എന്ന് പറയും. എന്താണ്? അവൻ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ പ്രഖ്യാപിക്കണേ. അപ്പോൾ ആ പ്രഖ്യാപിക്കുമ്പോൾ അവൻ ആ മരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുകയും. 2:4 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഈ പൗലോസ് അപ്പോസ്തലന് ഗ്യാസ്ട്രിക് അൾസർ ആയിരുന്നു, കുടലിലെ പുണ്ണായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർ പറയണത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയണത് എന്താണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മരണം സംവഹിക്കുന്നുവെന്ന്. അതായ വിഷയം. പീഡാനുഭവ കാലത്ത് കുറച്ച് വിവരമുള്ള ക്രൈസ്തവരാകാൻ നോക്കണം നമ്മളെ. അല്ലാതെ കുരിശിൻ്റെ വഴി നടത്തി പാട്ടും പാടി ഓരോരോ വിഷയം വരുമ്പോൾ കന്നേ കാളെന്ന് പറഞ്ഞ് നിരയും വിളിച്ച് മാതാവിനെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് കർത്താവിൻ്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിൽ അവൻ്റെ ജീവൻ എന്നിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവൻ്റെ മരണത്തെ ഞങ്ങൾ സംവഹിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അപ്പോസ്തലിക പാരമ്പര്യം എന്ന് പറയണത്. നമ്മൾ അപ്പോസ്തലിക ചർച്ച് എന്ന് സഭയെന്ന് പറയുമ്പോൾ അപ്പോസ്തലിക പാരമ്പര്യത്തിലുള്ള സഭയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ദൈവം എനിക്കങ്ങനെ വന്ന് വരുത്തിയല്ലോ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ടെനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്നിട്ടെനിക്ക് അപകടം സംഭവിച്ചല്ലോ എന്ന് അങ്ങനെയൊന്നും പറഞ്ഞ് ഓരോ ദൈവത്തിനെ പ്രതികൂട്ടിലാക്കാൻ നോക്കരുത് ഒരിക്കലും. വേദപാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചത് മാത്രമല്ല, അത് ടെക്സ്റ്റ് ബുക്കുകളാണ്. ജീവിതമാണ് വേദപാഠ, ജീവിത അനുഭവങ്ങളാണ് വേദപാഠം എന്ന് പറയുന്നത്. അതിൽ എല്ലാ കാലവും മാതാവിന് എല്ലാ അനുഭവങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളതാണെങ്കിൽ നമുക്കും എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഏറ്റെടുത്ത് പ്രഘോഷിക്കാനും പ്രഖ്യാപിക്കാനും അതുവഴി ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ പ്രകടമാകാനും വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി ഭാഗമായിട്ട് സ്വീകരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. പത്രം ഞാൻ വീടുകളിലൊക്കെ കൊടുത്തെങ്കിലും എനിക്കൊരു പ്രാർത്ഥനയോടൊന്നും ഞാൻ കൊടുത്തില്ല. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുടെ കഴിയുമ്പോൾ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലും. കൂടുതൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളൊരു ചൈതന്യം കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്കൊരു ജോലി, എന്തെങ്കിലും ഒരു അടയാളം അമ്മ മാതാവ് എനിക്ക് ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയി, മെയ് മാസം ധ്യാനം കഴിഞ്ഞ് പോയി വീട്ടിൽ ചെന്ന് അപ്പം തന്നെ എനിക്ക് ഒരു വിദേശത്തൊരു ഹൗസ് മെയ്ഡിൻ്റെ ജോലിക്കായിട്ട് ഒരാൾ വിളിച്ചു. അങ്ങനെ എനിക്ക് ആ ജോലിയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പം ഞാൻ പിന്നെ തുടങ്ങി പത്രമൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഓരോ വീടുകളിലും പ്രാർത്ഥിക്കാനും പിന്നെ രോഗികൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു ഇത് തരണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് ക്ഷമിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ മകളുടെ ലോൺ പാസ്സാവാതിരുന്ന സമയത്ത് ഞാൻ വീണ്ടും ബാങ്കിൽ ഒന്നുകൂടി പോയി മാനേജറെ കണ്ടു. അപ്പം ഞാൻ ഈ കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് പോണത്. അപ്പം ഒരു 9 മാസമായിട്ട് പാസ്സാകാതിരുന്ന ലോണായിരുന്നു. അവർ 2022 പേപ്പർ തന്നെ വേണം, ഇത് 21 നിങ്ങൾ തന്നത്, അതുകൊണ്ട് അത് പാസ്സാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോളേജിൽ നിന്നാണെങ്കിൽ അവർ വേറൊരു പേപ്പർ നമുക്ക് തരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ കാശ് രൂപം കൈ പിടിച്ച് മാനേജർ ചെന്ന് കണ്ട് പറഞ്ഞു, എനിക്കിങ്ങനെ പുറത്തേക്ക് പോകാനുള്ളതാണ്, അപ്പോൾ രക്ഷിതാവായിട്ട് ഒപ്പിടാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ എനിക്കത് ഞാൻ പോണതിന് മുമ്പ് സാറ് പാസ്സാക്കി തരണമെന്ന് സാറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കുട്ടീനെയും കൂട്ടിയിട്ട് പോരേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ ലോൺ 3 ദിവസം കൊണ്ട്, അതായത് ശനിയാഴ്ച ഞാൻ ചെന്നു, സാറിനെ കണ്ടു, സാറ് പറഞ്ഞ ഫോമുകളെല്ലാം ഞങ്ങൾ പൂരിപ്പിച്ചു കൊടുത്തു. പിന്നെ ഞായറാഴ്ച അവധിയായിരുന്നു. തിങ്കളാഴ്ച വീണ്ടും ഞങ്ങൾ ബാങ്കിൽ ചെന്നു. ഉച്ച കഴിഞ്ഞ് സാറ് സ്വന്തമായിട്ട് തന്നെ സാറിൻ്റെ ചിലവിൽ തന്നെ ഞങ്ങളുടെ വീട് കാണാൻ വന്നു. അതിന് സാറ് അത് കഴിഞ്ഞ് എന്നെ ഒരു 6 മണിയായപ്പോൾ, വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം വന്ന് പേപ്പറുകളെല്ലാം ഒപ്പിട്ടോ. എനിക്കപ്പോൾ 11 മണിക്കായിരുന്നു ഫ്ലൈറ്റ്.
വേഗം വന്ന് പേപ്പറുകളെല്ലാം ഒപ്പിട്ടോ, ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഞാൻ ആഗസ്റ്റ് മാസം ആദ്യത്തെ ആഴ്ചയിൽ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അച്ഛനോട് എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കാശ് രൂപം കയ്യിലുണ്ട്, അത് മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിപ്പോയിക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെ ഇത്രയും നാളായി എനിക്ക് ഇൻഹേലർ പിന്നീട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ 8 മാസം അബുദാബിയിലായിരുന്നു. ആ 8 മാസവും ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നടുവേദന ഉണ്ടായിട്ടില്ല. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ ഞാൻ അപ്പം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എടുത്ത് പുരട്ടും. അതപ്പോൾ തന്നെ എനിക്ക് മാറാറുണ്ട്. അവിടെ ചെന്നതിന് നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് എന്നും ആശുപത്രി പോകാൻ ആ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കങ്ങനെ ഒരു ആശുപത്രി കേസും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ എൻ്റെ കടബാധ്യതകൾ അതോടുകൂടി മാറിക്കിട്ടി. പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു, മോൻ ഷെഫായിരുന്നു, അവന് ബാംഗ്ലൂരായിരുന്നു അവൻ. പക്ഷെ അവന് അവിടെ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി ലഭിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ ഒരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ്റെ CV കൊടുത്ത് ഡിസംബർ 2-ാം തീയതി ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഡിസംബർ 2-ാം തീയതി അവനൊരു ഗിഫ്റ്റായിട്ട് ആ ജോലിയിൽ എന്തെങ്കിലും ഒരു ഇത് മാതാവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അവർ ഡിസംബർ 1-ാം തീയതി അവനെ അവിടുന്ന് വിളിച്ചു. പിന്നീട് ഇൻ്റർവ്യൂ നടത്തി. അവർ കമ്പനി തന്നെ നേരിട്ട് അവനെ ദുബായിലേക്ക് ജോലിക്ക് കൊണ്ടുപോയി. നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ ഇപ്പോൾ 2 മാസമായിട്ട് അവൻ അവിടെ ജോലി ചെയ്യുന്നു, സുഖമായിട്ടിരിക്കുന്നു. പിന്നീട് ഈ കൂടുതലായിട്ട് എനിക്ക് ഇപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ഞാൻ കണ്ടെത്താറുണ്ട്. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് പത്രവിതരണമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടും. പിന്നെ എല്ലാ ദിവസവും കുർബാനയിൽ മൊബൈലിലാണെങ്കിലും കുർബാനയിൽ പങ്കെടുക്കും. ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാ ദിവസവും ചെല്ലും. ഇവിടുത്തെ സമയം അല്ലെങ്കിൽ പോലും അവിടുത്തെ സമയത്തിൽ ചെല്ലും. അങ്ങനെ കൂടുതലായിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റി എനിക്ക് മക്കൾക്കും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കിട്ടിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷേർലി, ഹസ്ബൻഡ് ലാസർ. ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 90 മുതൽ ഞങ്ങൾ UAE ഷാർജയിലാണ് ജീവിച്ചിരുന്നത്. ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, 2 മക്കളുണ്ട്. ഞങ്ങൾ വലിയ സന്തോഷകരമായിട്ട് ജീവിച്ചു പോരായിരുന്നു. 2016 ഞങ്ങളൊരു കെട്ടിടം പണിതു നാട്ടിൽ ചാലക്കുടിയിൽ. കെട്ടിടം പണിതപ്പോൾ കുറച്ച് ലോൺ എടുത്തു. അത് കഴിഞ്ഞ് പണി കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടിയില്ല. കൈക്കൂലി ചോദിച്ചപ്പോൾ കൊടുത്തില്ല. ആ ഒരു വൈരാഗ്യത്തിൽ 1 വർഷം ഞങ്ങൾക്ക് നമ്പർ തരാതെ, ലൈസൻസ് തരാതെ ബിൽഡിംഗ് അവിടെ കിടന്നു. അതോടെ ഞങ്ങളുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു. മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം അവിടെ പൊളിഞ്ഞു പോയി. ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അവിടെ ഷാർജയിലാണ്. അവിടെ ഞങ്ങൾക്ക് ബിസിനസ് വർക്ക്ഷോപ്പാണ്, വണ്ടികളുടെ പരിപാടികൾ. അവിടെയും ചെറിയ പ്രോബ്ലംസൊക്കെ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ പ്രതിസന്ധികളിലേക്ക് കടന്നു വന്നു തുടങ്ങി. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് നമ്പർ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം കടകളൊന്നും റെൻറ്റിന് പോകാതെ ബിൽഡിങ് പ്രശ്നമാണ്, കേസാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ഫ്ലാഷായി. അങ്ങനെ അതവിടെ കിടന്നു. അതിനുശേഷമാണ് പിന്നെ റെൻറ്റിനൊക്കെ പോയത്. ആ സമയത്ത് വെള്ളപ്പൊക്കം, കോവിഡ്, ഇങ്ങനെ പല പ്രതിസന്ധികൾ വന്നു. ലോണ് അടയ്ക്കാതെ അത് കുറച്ച് പെൻഡിങ്ങിൽ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലില്ല. ഞങ്ങൾ എന്നിട്ട് കഴിഞ്ഞ ഞങ്ങൾക്ക് കോവിഡ് സമയത്ത് 2021 ജനുവരിയിൽ ഞങ്ങൾ ഷാർജയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നു. രൂക്ഷമായൊരു കോവിഡ് തന്നെയായിരുന്നു. അതിൽ ഹസ്ബൻഡിന് ചെറിയത് ബാധിച്ചു. ആൾക്ക് ഓർമ്മയില്ലാതെയായി, ഓർമ്മക്കുറവ്, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അത് കഴിഞ്ഞ് കോവിഡ് നെഗറ്റീവ് ആയപ്പോൾ ആൾ നോർമലായി തുടങ്ങി.
അങ്ങനെ ഞങ്ങൾ മെയ്യിൽ മകൻ്റെ കല്യാണം തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഏപ്രിൽ ലാസ്റ്റിൽ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഞങ്ങൾ വന്ന് ക്വാറൻറ്റൈൻ കഴിയുന്ന അന്ന് ആളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു. ആ മരണമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ഹസ്ബൻഡിൻ്റെ സ്ഥിതി മോശമായി തുടങ്ങി. ആൾ സൈലൻ്റായി. കോവിഡ് വന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ആൾ മൊത്തം കൈവിട്ടൊരു അവസ്ഥയിലേക്ക് എത്തി. 1 മാസം ഹോസ്പിറ്റലിൽ ലോക്ക് ചെയ്തിട്ടു. അങ്ങനെ ഇറങ്ങിപ്പോവുക, ഓർമ്മയില്ല, എന്നെ പോലെ അറിയാത്തൊരു സ്റ്റേജിലേക്കായി. ഞങ്ങൾ 2 ആളും മാത്രമേ ഉള്ളൂ. കോവിഡാണ്, ആരുമില്ല, ഞങ്ങൾക്ക് നാടായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ വന്ന ഞാൻ ദുരിതങ്ങളിലേക്ക് കടന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ അങ്ങനെ കടന്നുപോയി. പിന്നെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 ആളും വീട്ടിൽ രാത്രിയൊക്കെ ആൾ ഉറങ്ങില്ല. എന്നെ അടിക്കണം, കൊല്ലണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ആൾക്ക് എപ്പോഴും. അങ്ങനെ ഒരു അവസ്ഥ. ഇപ്പം ഞാൻ രാത്രിയും പകലും ഭയൊന്നും ജീവിച്ച് അറിഞ്ഞിട്ടല്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ പതുക്കെ ആൾ നോർമലായി തുടങ്ങി, പ്രാർത്ഥിച്ച് പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയ ആൾ പതുക്കെ ഇപ്പോൾ കുറേയൊക്കെ ബെറ്ററായി. എന്നാലും പഴയതൊന്നും ഓർമ്മയില്ല. പലരുടെ പേര്, സ്ഥലം, അങ്ങനൊരു സാധനം അതൊന്നും ഇപ്പോഴും പറയില്ല. എന്നാലും കുറേ അന്നത്തെക്കാളൊക്കെ ഒത്തിരി ബെറ്ററായി. എന്നെയൊക്കെ അറിയും. പിന്നെ ഇപ്പോൾ ഇരുത്തോടത്തിരിക്കും, മറ്റത് ഇരുന്ന് അപ്പനെ എഴുന്നേറ്റ് പോകും, പിന്നെ അന്വേഷിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒരു സ്ഥലം ഞങ്ങൾ വിൽക്കാനിട്ടു. കാരണം ലോൺ അധികമായി, ലോൺ അടയ്ക്കാണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ സ്ഥലം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കച്ചവടമായി കഴിഞ്ഞപ്പോൾ ഞാൻ ബാങ്കിൽ പോയി ഡ്യൂ അടയ്ക്കാൻ. അതുവരെ ബാങ്കിലെല്ലാം പോയിരുന്നതും ഒന്നും എനിക്കറിയില്ലായിരുന്നു, എല്ലാം ചേട്ടനെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാങ്കിലെ മാനേജർ പറയുന്നു, നിങ്ങൾക്ക് ലോണില്ല, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ ബാങ്ക് ജപ്തി ചെയ്തു, ലേലം വിളിച്ചു, പരസ്യപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. ഞാനിത് കേട്ടതോടുകൂടി ഞെട്ടിപ്പോയി. കാരണം ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ജീവിക്കണേ എന്ന് പറഞ്ഞു. 1 കോടിയാണ് ഞങ്ങളെടുത്തത്. ഒരു 6-7 കോടിയുടെ മുതലാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കേട്ടതോടെ ഞാൻ ഹസ്ബൻഡിന് ഒരു ഇതില്ല, കേൾക്കുമ്പോൾ ഒരു വികാരമില്ലാത്തൊരവസ്ഥയിലാണ് ആളിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടെല്ലാം എന്താ പറയുക സഹിച്ച് അതിജീവിച്ചു. കാരണം പറഞ്ഞ പ്രഷർ കൂടി പ്രശ്നങ്ങളാവുമെന്ന് വെച്ചിട്ട് ആളെ ഓർത്തിട്ട് എല്ലാം ഞാൻ കടിച്ചുള്ളിൽ ഒതുക്കി. ഒരു കണക്കിന് വീട്ടിൽ വന്നു, തളർന്നു വീണു. പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് കൂടെ കടന്നുപോയി. മുന്നിലൊരു വഴിയില്ല, എല്ലാ വഴി അടഞ്ഞു. അങ്ങനെ പിന്നെ ഈ കച്ചവടക്കാരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പൈസ തന്നു. 1 കോടി അവർ തന്നു. ആ 1 കോടി കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ അടച്ചു. അപ്പോൾ മുതലടച്ചു. പലിശ 1 കോടിയാണ് അവർ പറയുന്നത്. ഈ 1 കോടി അടയ്ക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവർ 6 മാസം കഴിഞ്ഞിട്ടാണ് തീറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാങ്കായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, 6 മാസം കഴിയുമ്പോൾ തീറിന് തന്നാൽ മതി എന്നാണ്. പക്ഷേ കച്ചവടം അവരാ ഡീൽ അവസാനിപ്പിച്ചു. അവർക്ക് അത് പൈസ ഉണ്ടായില്ല. അവർ സമയത്തിന് തീറ് നടത്തിയില്ല. അവരിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ് തീറ് നടത്തിയില്ല. ഞങ്ങളപ്പോൾ തീറ് നടക്കാതെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫണ്ടില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെയായി പറ്റില്ല, നിങ്ങളൊന്നുകിൽ കരാർ ക്യാൻസൽ ചെയ്യണം, ഞങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അവരതൊരു സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂടി, ആ ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് തന്ന് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ₹1 തരാൻ തയ്യാറല്ല. അങ്ങനെ അപ്പോൾ 75 ലക്ഷം നമുക്ക് തരണം, 77 ലക്ഷം തരണം. 75 ലക്ഷം കൂടി അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ 1 ടൈം സെറ്റിൽമെൻറ്റ് റെഡിയാണെന്ന് ബാങ്കുകാർ പറഞ്ഞു. പക്ഷെ ഇവർ തന്നില്ല. അങ്ങനെ ഇവർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. ഞങ്ങൾ പൈസ തന്നിട്ട് തീറ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഭൂമി അറ്റാച്ച് ചെയ്തു. ഞങ്ങൾക്ക് പിന്നെ അതും അടഞ്ഞു. അപ്പോൾ എല്ലാ വഴികളും ഞങ്ങളുടെ അടഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ മകൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു നവംബറിൽ. ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ അവർ വന്നിട്ട് പറയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇനി നിങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിലേറെ വിഷമം. അപ്പോൾ ഞങ്ങൾ ഉടനെ വക്കീലിനെ കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു നിങ്ങളൊരു സ്റ്റേ ഓർഡർ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റേ മേടിച്ചു. പിന്നെ വക്കീലും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ മേടിച്ചു. അതിൻ്റെ ഇടയിൽ അവർ ഞങ്ങളെ 420 എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത അറസ്റ്റിനൊക്കെ ചെയ്തു. ഞങ്ങൾ വീട്ടിൽ നിന്ന് 3 ദിവസം മാറി നിൽക്കേണ്ട ഗതികേടൊക്കെ വന്നു. അങ്ങനെ മുൻകൂർ ജാമ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്.
പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അവർ ഔട്ട് ഓഫ് മീഡിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം തന്നു. അതായത് കോർട്ടിന് പുറത്ത് നമ്മൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക. അപ്പോൾ 1 കോടി എന്നുള്ളത് 1,42,00,000 കൂടി ഇനി ബാങ്കിൽ അടയ്ക്കണം. അപ്പം ഞങ്ങൾ അത് അവർ ഔട്ട് ഓഫ് കോർട്ട് മീഡിയേഷനിൽ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 3 തവണ എറണാകുളത്ത് ഹൈക്കോടതിയിൽ പോയി. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു, ബാങ്കുകാർ പറഞ്ഞു 1,10,00,000 അടച്ചു കഴിഞ്ഞാൽ 1 ടൈം സെറ്റിൽമെൻറ്റ് ഞങ്ങൾ റെഡിയാണ്. അത് ഈ കഴിഞ്ഞ മാർച്ച് 31 മുമ്പ് അടയ്ക്കണം, അല്ലെങ്കിൽ 1,42 തന്നെ നിങ്ങൾ അടയ്ക്കണം. ഇതാണ് ബാങ്ക് സംസാരിച്ചത്. കോർട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് തന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആക്കി തരാം, അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 ടൈം സെറ്റിൽമെൻറ്റിന് തീരുമാനം എടുത്തു. അതെന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൽ ആശ്രയിച്ചിട്ട് തീരുമാനം എടുത്തു, ഒപ്പിട്ട് കൊടുത്ത് പോന്നു. ഇവിടെ വന്നു ഞാനിങ്ങനെ ഓരോ ദിവസം കിടക്കുന്തോറും എൻ്റെ ഉറക്കമില്ലാത്തൊരു സ്റ്റേജിലായി. അങ്ങനെ 20-ാം തീയതി അപ്പോൾ ഞങ്ങൾ ടേക്ക് ഓവർ നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. പിന്നെ അവർ പറഞ്ഞു കുറച്ച് പൈസ 50 ലക്ഷം അടച്ചാൽ നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 50 ലക്ഷം അടയ്ക്കാനായിട്ട് 50 ലക്ഷവും ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ 13-ാം തീയതി മാർച്ച് 13-ാം തീയതി ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് UAE ലൈസൻസേ ഉള്ളൂ. ഇവിടുത്തെ ലൈസൻസൊന്നും ഞാൻ എടുത്ത് വണ്ടി അങ്ങനെ ഓടിക്കുന്ന ആളൊന്നുമല്ല. വയ്യാതെ ആയപ്പോൾ ഞാൻ പതുക്കെ വണ്ടിയൊക്കെ ഓടിച്ചു. എന്തോ ഒരു ധൈര്യം. അപ്പം ഞാനൊരു ഓൺലൈനിലൊരു സാക്ഷ്യം കേട്ടിരുന്നു. ഒരു ചേച്ചി ഒരു ചേട്ടനോട് പറയാണ്, എൻ്റെ വസ്തു വിറ്റ് പോകണില്ല, അത് വസ്തു വിറ്റിട്ടാണ് മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ട്